എന്ത് ഭയങ്കര സന്തോഷം ചിരിച്ചോണ്ട് വരുന്നു. അത് ബാലച്ചന്റെ ഓരോ കാര്യം ആലോചിച്ച് ചിരിച്ചതാ. എന്ത് ബാലുവിന് എന്ത് പറ്റി? പപ്പയുടെ ഭാവി പരിപാടി എന്ത്? പപ്പ ഇനി എന്തിനു വേണ്ടി ജീവിക്കുന്നേ? ബിസിനസ് കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോവുക, കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനുള്ളിലേക്ക് കൊണ്ടുപോവുക, പിന്നെ ബിസിനസ്സിന് കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോവുക, ഹൈറ്റ്സിലേക്ക് കൊണ്ടുപോവുക. ഇതാണ് പപ്പയും ബാലോച്ചനും തമ്മിലുള്ള വ്യത്യാസം. അതെന്ത്? ബാലോച്ചൻ ജീവിക്കുന്നത് പ്രണയിക്കാൻ വേണ്ടിട്ടാ. പപ്പ കണ്ടുപിടിക്കും. പപ്പ അതിനെന്ത് കണ്ടുപിടിക്കാൻ? നീലും ബാലും ലവ് മാരേജ് ആയിരുന്നു. അവരുടെ പ്രണയത്തിന്റെ ഇന്റൻസിറ്റി ഇപ്പോഴും ഉണ്ടാവും. അതങ്ങനെ അതേ ഇന്റൻസിറ്റിയിൽ മുന്നോട്ട് പോകുന്നുണ്ടാവും. അതിന് നീലമ്മ ആര് പറഞ്ഞു? പിന്നെ ആര്? അതെനിക്കറിയത്തില്ല. ആരോടോ ഫോണിൽ സല്ലപിക്കുന്ന കേട്ട്. ബാലു ഒരിക്കലും അങ്ങനെ ചെയ്യും. ശാന്തെന്ന് ഞാൻ നോക്കിയപ്പോ കാലുകൊണ്ട് തറയിൽ തളൊക്കെ വരച്ചിട്ട് ടാറൊക്കെ ഇളക്കി കളയുന്നു. അയ്യേ, നീ വെറുതെ കള്ളം പറയാതെ കേട്ടാ. ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യത്തിൽ ആരെങ്കിലും കള്ളം പറയൂ? ദിയാ മമ്മി ഇരുന്നുണ്ട് കേട്ടോ. അപ്പോ ട്രാഫിക് ബ്ലോക്ക് അങ്ങനെയാണ് മാറിയത് അല്ലേ? അവസാനം ട്രാഫിക് പോലീസ് വന്നിട്ട് ആ വണ്ടി എടുത്ത് മാറ്റിയിട്ടാണ് ബ്ലോക്ക് മാറിയത്. ട്രാഫിക് ബ്ലോക്കോ? എവിടെ വണ്ടി ബ്ലോക്ക്? മാണിക്കാല ജംഗ്ഷൻ മമ്മി. എന്ത് പറ്റി മോനെ? ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. ആണോ? അല്ല, അത് അവിടെ വാഴക്കാട് ജംഗ്ഷൻ അല്ലേ ആക്സിഡന്റ് ഉണ്ടായത്? നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യുന്നേ. പപ്പയെ കണ്ടപ്പോ പറയാൻ പാടില്ലേ? പറഞ്ഞു. ആര് പറഞ്ഞു വേണ്ടെന്ന്? ആകെ വിളിക്കട്ടെ. കാസറോൾ എവിടെ? അത് പറയാൻ പറഞ്ഞത്. അത് നീലമേടലുണ്ട്. എന്നത് കൊണ്ടുവരാൻ ചെയ്യുന്നത്. അത് ചെറിയൊരു ഓട്ടം പോയേക്കുക. നാളെ കിട്ടും. നാളെ കൊണ്ടുതരാം. കാസറോള് ചോദിക്കുമ്പോൾ ഓട്ടം പോയിരിക്കണം. റാം, ഞാൻ അപ്പോഴും നിങ്ങളോട് പറഞ്ഞതാ, ഈ വീട്ടിൽ നിന്ന് ഒരു സാധനം ആർക്കും കൊടുക്കരുത്. അതിന് അവിടെ പോയി അവിടെ നിന്ന് എവിടെയൊക്കെ പോയിട്ടാണ് തിരിച്ചു വരുമെന്ന് ആർക്കറിയാം. എന്താ മമ്മി, ഒരു കാസറോൾ അല്ലേ? സ്വർണ്ണമൊന്നും അല്ലല്ലോ. അത് കൊണ്ടുതരാം. അതാണ് 2 കിലോ സ്വർണം പോയതിന് മമ്മിക്ക് കുഴപ്പമില്ല. പക്ഷെ കാസറോള് സത്യം റാമിന് അറിയാം. സ്വർണം പോയി എനിക്ക് വിഷമമില്ല. പക്ഷെ കാസറോള് പാവം എന്റെ വേണ്ട. എനിക്ക് ഇനി പഴംപുരാണം കേൾക്കാൻ വയ്യ. ഞാൻ കൊണ്ടുതരാം നാളെ. അവർക്ക് പഴംപുരാണം കേൾക്കാൻ വയ്യ, കാസറോള് കൊണ്ടുവരാനും വയ്യ. മര്യാദക്ക് കൊണ്ടുവന്നോളാം. ഇല്ലെങ്കിൽ ഈ ഹൈ മാരാണ് നീ അറിയും. നീ മാത്രമല്ല, എന്റെ പപ്പയും അറിയും. നീ കാസറോള് കൊണ്ടുപോയി ഞാൻ അറിയുന്ന എന്ത് വൈക്ക്? അമ്മയ്ക്ക് ഭ്രാന്ത്. എവിടുന്നൊക്കെ കേക്കുന്നു ചെവി. പിന്നെ ഹലോ. ഞാനിപ്പോൾ വീട്ടിൽ എത്തിയല്ലേ ഉള്ളൂ. റോഡിൽ ഇതല്ലേ സംസാരിച്ചത്. വീട് തൊട്ടടുത്തല്ലേ? ജോലിയെല്ലാം കഴിഞ്ഞു. അതെ, നിങ്ങൾ ആരാണ്? ഓർത്തെടുത്ത് പറയാനാ? ഇത് നിങ്ങോട്ട് കളിപ്പിക്കണം എന്നെ. കുട്ടി സത്യം പറ. എന്നിടെ പഠിച്ചിറങ്ങുകയാണോ? ഹലോ പറയാൻ രാവിലെ തൊട്ടേ ഫോണിലാണല്ലോ. ഈയിടെയായിട്ട് ഭയങ്കര ഫോൺ ചെയ്യലാണേ. അത് ബാങ്കിൽ നിന്ന് വിളിച്ചത്. ബാങ്കിൽ നിന്നോ? ഇത് ഇവിടുത്തെ ചെറിയ ബാങ്കുകളില്ലേ, അക്കൗണ്ട് തുടങ്ങണുണ്ടോ, ക്രെഡിറ്റ് കാർഡ് വേണോ എന്ന് ചുമ്മാ വെറുതെ ഇവിടെ ശല്യം ചെയ്യണേ. ഏതാണ് ഇത്രയും ഗതികെട്ട ബാങ്ക്? നിനക്ക് തന്നെ വിലയില്ലാവുള്ളൂ. ബാങ്കുകാർക്ക് നല്ല വിലയുണ്ട്. കമ്പനിയുടെ ട്രാൻസാക്ഷൻ മൊത്തം നടക്കുന്നത് എൻ്റെ അക്കൗണ്ടിൽ കൂടെയാണ് കേട്ടാ. അല്ല, അപ്പൊ അച്ഛന് സൂപ്പർവൈസിങ് പണി പോയി കഴിഞ്ഞാൽ ബാങ്കുകാരുടെ വിലയും പോവും. കരുനാക്ക് വിളിച്ചെന്ന് പറയാടാ. അച്ഛന് ഫോണൊന്നും തരുമോ? എന്തോ? അച്ഛന് ഫോണൊന്നും തരുമോ? ഫോണൊന്നും തരൂല. എനിക്ക് കാർട്ടൂൺ കാണാനാ. കാർട്ടൂൺ ഫോണില്ല. ഫോൺ തരാൻ പാടില്ല. അങ്ങനെ ഇല്ലെന്ന് പറയില്ലേ? പിന്നെന്ത്? അല്ലൊക്കെ കൊടുക്കാറുണ്ടല്ലോ ബാങ്ക് അല്ല കൊച്ചിന് ഫോണ്. ഇപ്പൊ കൊടുക്കണില്ല. അത്രല്ലേ ഉള്ളൂ. ഫോൺ വിളിച്ചോ ശീലം. നീ അത് വേണ്ടട്ടാ. പാറു, നീ വെറുതെ അച്ഛനടുത്ത് നടന്ന് കെഞ്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ എന്റെ ഫോൺ തരാം. നിന്റെ ഫോൺ കൊടു. അവിടെ തന്നെ വെച്ചോ, പൂത്തി വെച്ചോ ഫോൺ. ആർക്കും കൊടുക്കണ്ട, കെട്ടിപ്പിടിച്ചോ. ഇതേ ഫോൺ എന്ന് പറഞ്ഞാലേ ഒരാളുടെ സ്വകാര്യതയാണ് കേട്ടാ. കുട്ടമ്പള നമ്മളെ ആടേ ജാടാ ഇതിന് ജാടാ. അതൊന്നും വിട മോനെ. നീ എടുത്ത് നോക്ക് കളിക്കും. അല്ല പിന്നെ ചുമ്മാ അടി ഉണ്ടാക്കിയിട്ട് പിന്നെ ഏപ്പാക്കിയാലും കുട്ടമ്പിളയുടെ മുട്ടം ഇങ്ങനെ അറിയില്ലേ? കുട്ടമ്പിളയുടെ മോളായിട്ടല്ലേ ഇങ്ങനെ കിട്ട്. നിങ്ങൾ അന്നേരം ആദ്യമായിട്ടാണോ കുട്ടമ്പിളയുടെ മോളെ? ഏപ്പോക്കിയാലോ കുട്ടമ്പിളയുടെ മോളെ ഉറപ്പിക്കാൻ പറയുന്നില്ല. പോകുമ്പോ ഒന്ന് അതൊന്നും വിട മോൻ. ഫോൺ നമ്പർ എഴുതിടാം.